പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷം മാറിയ 5ാം ക്ലാസ്സിലെ, അതായത് പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പം നമുക്ക് ഏതായാലും ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്നുകൂടി നോക്കാം. ഈ ക്വാർട്ടേർലി എക്സാമിനേഷൻ അഥവാ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നമുക്ക് ടൈം തന്നിട്ടുള്ളത് 2 hours ആണ്. 2 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ 15 minutes ഈസ് ഗിവൺ എ സ്കൂൾ ഓഫ് ടൈം. അതായത് ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 15 മിനിറ്റ് തരും. ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്ത് ഓരോ ക്വസ്റ്റ്യനും 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 6 ആക്ടിവിറ്റീസും നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കൂ. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ കൊടുത്തത്? ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എല്ലാവരും ചെയ്യണം. ഒന്നാമത്തെ ദെൻ ഫോർത്ത് ഇൻസ്ട്രക്ഷൻ നോക്കൂ. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6. അതായത് 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 എണ്ണം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ ഈ ആക്ടിവിറ്റീസ്, ഈ 6 ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് 1 കമ്പൽസറി എണ്ണം ചെയ്താൽ മതി. 5 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ എ ഗ്രേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. നോക്കുക. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഐ പ്ലാന്റ് എ ലിറ്റിൽ സീഡ് ഇൻ ദ ഗ്രൗണ്ട്. ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യൂ കേട്ടോ. ഈ പോയം ഒന്ന് റിസൈറ്റ് ചെയ്യൂ. ഓക്കെ. ഔട്ട് കംസ് ദ സൺ ബിഗ് ആൻഡ് റൗണ്ട്. ഡൗൺ കംസ് ദ റെയിൻ ഡ്രോപ്സ് സോഫ്റ്റ് ആൻഡ് സ്ലോ. അപ്പ് കംസ് എ ഫ്ലവർ. ഗ്രോ ഗ്രോ ഗ്രോ. ഓക്കെ, ഈ പോമത്തിൻ്റെ, ഈ കവിതയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് പറയാം. ഞാനൊരു തൈയല്ല, ഞാനൊരു വിത്ത് കുഴിച്ചിട്ടു, നട്ടു. ഗ്രൗണ്ടിലെ മണ്ണിൽ, ഭൂമിയിൽ ഞാനൊരു വിത്ത് നട്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചു വന്നു. ബിഗ് ആൻഡ് റൗണ്ട് ആയിട്ടുള്ള സൂര്യൻ ഒക്കെ നമുക്കറിയാം. പിന്നെ ഡൗൺ കംസ് ദ റെയിൻ ഡ്രോപ്പ്, മഴ താഴോട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ സോഫ്റ്റും സ്ലോയും ആയിട്ടുള്ള സാവധാനം എങ്ങനെ എന്ത് പുറത്തേക്ക് വന്നു? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പുറത്തേക്ക് വന്നു. ഗ്രോ ഗ്രോ ഗ്രോ. അങ്ങനെ ഒരു വിത്ത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ സഹായത്താൽ അത് മുളച്ച് ചെടിയായി അതിൽ പൂക്കൾ സാവധാനം വരും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെയാണല്ലോ ചെടി. ആദ്യം നമ്മൾ നടും, വിത്ത് നടും, പിന്നെ അതിന് കുഞ്ഞു ഇലകൾ വരും, പിന്നെ പൂക്കൾ വരും. അങ്ങനെയല്ലേ ചെടിയുടെ വളർച്ച. അപ്പോൾ ചെടിയുടെ ഒരു ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരു പോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ പ്ലാന്റ് എ ലിറ്റിൽ സീഡ്. ആരാണ് ഈ ലിറ്റിൽ സീഡ് നട്ടത്? ഈ കുഞ്ഞു വിത്ത് ആരാണ് നട്ടതെന്ന് നിങ്ങൾക്കറിയാം. അടുത്തത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ഒന്നും കൂടി പറയാം. ഇപ്പം ജസ്റ്റ് നമുക്ക് വായിച്ചു പോകാം. നെക്സ്റ്റ്, ഫൈൻഡ് 2 റൈമിംഗ് പെയേഴ്സ് ഫ്രം ദിസ് പോം. ഈ പോമത്തിൽ നിന്നും നമ്മൾ 2 റൈമിംഗ് പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റൈമിംഗ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈമിംഗ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരു ലൈനിൽ അവസാനിക്കുന്ന 2 ലൈനിൽ അല്ലെങ്കിൽ അടുത്ത ലൈൻസിനോ അവസാനിക്കുന്ന ഒരേ ശബ്ദമുള്ള വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2 റൈമിംഗ് വേർഡ്സ്, 2 പെയറാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് സിമിലർ ടു ദ വേർഡ് സ്മോൾ. സ്മോൾ എന്നർത്ഥം വരുന്ന വാക്ക് ഈ ഒരു പോമത്തിൽ നിന്ന് ഏതാണെന്നാണ്. അപ്പോൾ ഈ ഒന്ന് എഴുതിൻ്റെ 3 മാർക്ക് കിട്ടും. എത്ര? 4 മാർക്കായി. അപ്പോൾ ഓരോന്നിനും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്, മൂന്നാമത്തേന് 1 മാർക്ക്. ഇനി നാലാമത്തത്, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ കവിതയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കവിതയ്ക്ക് ഒരു പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. നാലാമത്തേന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ ഒന്നാമത്തേന് 1, രണ്ടാമത്തേന് 2, മൂന്നാമത്തേന് 1, നാലാമത്തേന് 1. അങ്ങനെ ടോട്ടൽ 5 മാർക്കാണ്. 5 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ഈ ഒരു ആക്ടിവിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമുക്കിപ്പം ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? സെക്കൻഡ് ആക്ടിവിറ്റി, കോൺവെർസേഷൻ. ജസ്റ്റ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി നെയിംഡ് ദ കിസ്സിങ് ഹാൻഡ് ടെൽസ് ഹിസ് ഫ്രണ്ട് എ സീക്രറ്റ് ഹി ലേൺഡ് ഫ്രം ഹിസ് മദർ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം.
അതായത് നമുക്ക് ചെസ്റ്റർ റക്കൂണിൻ്റെ കഥയിലുള്ള ആ ചെസ്റ്ററിന് അമ്മ ഒരു സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. അമ്മ പറഞ്ഞു കൊടുത്ത ആ സീക്രട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് ചെസ്റ്ററിൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു. ആ ഫ്രണ്ടും ചെസ്റ്ററും തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു സംഭാഷണം, കോൺവെർസേഷനാണ് നിങ്ങളോടിവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കത് എഴുതാം. ഇതിൻ്റെ മുന്നേ നമുക്ക് എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് എഴുതേണ്ടത്. നമുക്ക് ആൻസറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Activity 2, description. One day, 2 children were going to school. On the way, it rained. ഒരു ദിവസം 2 കുട്ടികൾ സ്കൂളിലേക്ക് പോവുമായിരുന്നു അല്ലേ. അവർ സ്കൂളിൽ പോണ വഴിയിൽ മഴ പെയ്തു. സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്യാറില്ലേ, അതേപോലെ തന്നെ മഴ പെയ്തു. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ആക്ടിവിറ്റി, നമ്മുടെ ജോലി എന്താ നോക്കൂ. ഡിസ്ക്രൈബ് ദ പിക്ചർ ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മുടെ സ്വന്തം വാക്കിൽ ഈ ചിത്രത്തെക്കുറിച്ചൊന്ന് വിവരിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി. ദിസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. എന്ത് തരത്തിൽ വേണേൽ ഈ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതുക. ഇല്ലാത്ത കാര്യങ്ങളും കുറച്ച് വേണമെങ്കിൽ മഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 സെൻറ്റൻസ് എങ്കിലും എഴുതുക തെറ്റാതെ. അപ്പോൾ നിങ്ങൾക്ക് 5 സെൻറ്റൻസ് തെറ്റാതെ സെൻറ്റൻസ് ആണെങ്കിൽ 5 മതി. 5 സെൻറ്റൻസ് തെറ്റാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ഓക്കെ, 10 സെൻറ്റൻസ് വേണമെന്നില്ല. ഓക്കെ, സോ നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് ആൻസർ നോക്കാം. അതിന് മുന്നേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ആക്ടിവിറ്റി 4, ആഡ് മോർ ലൈൻസ്. You have read the poem A Friend. Here's another poem about a friend. You can add more lines. നമുക്ക് 4 വരി കൂട്ടിച്ചേർക്കാനുള്ള ഒരു കവിതയാണ് ട്രൂ ഫ്രണ്ട്. നമ്മളിതിന് മുന്നേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു കവിത പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. നോക്കുക. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ലോയൽ ആൻഡ് ട്രൂ ടു മീ. ഇൻ എവറി ഹാപ്പിനെസ് ആൻഡ് സോറോ ഐ ആം വിത്ത് യു. എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നീ എൻ്റെ കൂടെ ഉണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ സത്യസന്ധമായ നീയാണ് എൻ്റെ ഏറ്റവും സത്യസന്ധമായ ലോയൽ ആയ എൻ്റെ വിശ്വസിക്കാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ലൈൻസ് എന്താ പറയുന്നത് നോക്കൂ. നെക്സ്റ്റ് സ്റ്റാൻസാൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു മീ. ഇൻ എവറി മൊമെൻറ്റ് ഐ ആം വിത്ത് യു. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട്, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു മീ. എനിക്ക് നല്ല ദയയും സഹായമുള്ള ഒരു ഫ്രണ്ടാണ് നീ. ഇൻ എവറി മൊമെൻറ്റ് ഐ ആം വിത്ത് യു. എല്ലാ നിമിഷവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഓക്കെ, അതേപോലെ ഒരു 4 വരിയും കൂടി എഴുതി ചേർത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? എ ഗ്രേഡ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യല്ലോ അല്ലേ. ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി 5, റീഅറേഞ്ച് ദ സ്റ്റോറി. ദ സ്റ്റോറി, ദ കിസ്സിംഗ് ഹാൻഡ്, given below in a jumbled order. You may arrange them properly and write them down. നമ്മുടെ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ആ സ്റ്റോറി ജംബിൾഡ് ഓർഡർ മീൻസ് ഓർഡർ തെറ്റിച്ചിട്ടാണ്, ക്രമമല്ലാതെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മളോട് അത് അറേഞ്ച് ചെയ്യാൻ, ക്രമത്തിൽ ആ സ്റ്റോറി എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ കൊടുത്ത ഓർഡറിലുള്ളത് ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. നമുക്ക് ഈ സ്റ്റോറി അറിയാം, അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. നമുക്ക് വായിച്ച് നോക്കാം. മിസ്സിസ് റെക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ്സിസ് റെക്കോണ്, ചെസ്റ്ററിൻ്റെ മദറായ മിസ്സിസ് റെക്കോണ് പറയാണ്, ഞാൻ നിന്നോടൊരു രഹസ്യം, ഒരു വണ്ടർഫുൾ സീക്രട്ട് പറയാമെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഒന്നാമത്തെ വേണ്ടതെന്നൊക്കെ ഉള്ള കറക്റ്റ് കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കുക. ചെസ്റ്റർ ടു ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അമ്മയുടെ കൈ എടുത്തിട്ട് കൈപ്പത്തിക്കുള്ളിലായിട്ട് നല്ലൊരു ഉമ്മ കൊടുക്കുകയാണ്. അതാണോ രണ്ടാമത് സംഭവിച്ച് നമുക്കറിയാമല്ലേ. നോക്കാം. ദെൻ തേർഡ് വൺ. ചെസ്റ്റർ ടോൾ ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അമ്മയോട് പറയാം, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, എനിക്ക് സ്കൂളിൽ പോകാനാവില്ല എന്ന് പറയുകയാണ്. അതാണ് മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തത്. അപ്പോൾ കറക്റ്റ് ഏതാ നമുക്കറിയാം. ദെൻ നാലാമത്തെ നോക്കുക. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ അമ്മ നോക്കിക്കുമ്പോൾ ചെസ്റ്റർ നല്ല ഡാൻസ് ചെയ്ത് പോകുന്നത് അമ്മ ഇങ്ങനെ നോക്കി വാച്ച് ചെയ്യാണ്. ചെസ്റ്റർ സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോകുന്നത് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്, വാച്ച് ചെയ്യുന്നതാണ് നാലാമത് കൊടുത്തത്. നോക്കുക ലാസ്റ്റ് വൺ. മിസ്സിസ് റെക്കോൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ്സിസ് റെക്കോൺ ചെസ്റ്ററിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ, കൈപ്പത്തിക്കുള്ളിലായിട്ട് ഉമ്മ കൊടുത്തു എന്ന്. ഏതാണ് എന്നുള്ളത് കറക്റ്റ് ഓർഡർ എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഡിറ്റിംഗ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ് എഡിറ്റിംഗ് വന്നത്. നമുക്ക് വായിച്ച് നോക്കാം. ഇവിടെ അണ്ടർലൈൻ ചെയ്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ തന്നെ ഈ പാരഗ്രാഫ് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത്. ഫുൾ സ്റ്റോപ്പ്.
but that was all not. Full stop. A little train carried good things to eat too. ഇവിടെ എഡിറ്റിങ്ങിൽ 5 വേർഡ്സാണ് അണ്ടർലൈൻ ചെയ്തത്. ഈ അണ്ടർലൈൻ ചെയ്ത 5 വേർഡ്സും തെറ്റാണ്. അത് ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അത് 5 തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് നമുക്ക് നടത്തേണ്ടത്. പ്രധാനപ്പെട്ട എഡിറ്റിങ്സ് ഒക്കെയാണ് തീമാറ്റിക് എഡിറ്റിംഗ്, മോർഫോളജിക്കൽ എഡിറ്റിംഗ്, സിൻറ്റാറ്റിക് എഡിറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ. എക്സസ് വേർഡ്സ്, മിസ്സിംഗ് വേർഡ്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് തീമാറ്റിക് വരുന്നത്. നമുക്ക് നോക്കാം. എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ എല്ലാ ഇതിൻ്റെയും ആൻസർ പറയുകയാണ്. സോ ദെൻ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ പ്ലാന്റ് എ ലിറ്റിൽ സീഡ്? അതിൻ്റെ ആൻസർ എന്താണ്? ഐ പ്ലാന്റ് എ ലിറ്റിൽ സീഡ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും, ഒരു മാർക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഫൈൻഡ് 2 റൈമിംഗ് പെയേഴ്സ് ഫ്രം ദിസ് പോം. ഈ കവിതയിൽ നിന്ന് 2 റൈമിംഗ് പെയറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കറിയാം ഓരോ ലൈനിൻ്റെയും ഓരോ വരിയുടെയും അവസാനം ഉള്ള ഒരേപോലെ ശബ്ദം വരുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സാണ് റൈമിംഗ് വേർഡ്സ്. 2 റൈമിംഗ് വേർഡുകൾ ചേരുമ്പോൾ റൈമിംഗ് പെയർ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ, ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? സ്ലോ, ഗ്രോ, ഗ്രൗണ്ട്, റൗണ്ട്. ഓക്കെ, ഈ 2 റൈമിംഗ് പെയറാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ നിങ്ങൾ ഇതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൈമിംഗ് പെയർ ഇതെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതും എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഈസ് സിമിലർ ടു ദ വേർഡ് സ്മോൾ? സ്മോൾ എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് ഇതിലേതാണ്? നമുക്കറിയാം, വളരെ സിമ്പിളാണ്, ലിറ്റിൽ അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാട്ടോ ഉള്ളത്. 2 റൈമിംഗ് പെയർ എഴുതിയാൽ 2 മാർക്കാണുള്ളത്. മൂന്നാമത്തേന് 1 മാർക്കാണുള്ളത്. അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ 4 മാർക്കായി. അപ്പം ഇനി അടുത്ത് നോക്കുക, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ കവിതയ്ക്ക് നല്ല അനുയോജ്യമായ ഒരു ടൈറ്റിൽ, ഒരു തലക്കെട്ട് കൊടുക്കാൻ അല്ലേ, ഹെഡിങ് കൊടുക്കാൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗ്രോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ദ ലിറ്റിൽ സീഡ് ഗ്രോസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ദ ലിറ്റിൽ സീഡ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ്. സെക്കൻഡ് ആക്ടിവിറ്റി കോൺവെർസേഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ചെസ്റ്ററും ഫ്രണ്ടും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ആ സീക്രട്ടിനെ കുറിച്ച് ചെസ്റ്റർ ഫ്രണ്ടിനോട് പറയുന്ന ഒരു സന്ദർഭമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ, എന്തൊക്കെയാണ് അവർ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ എഴുതല്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് എഴുതി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചർ എഴുതിയത് ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലും നല്ല അല്ലെങ്കിൽ ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണ് നിങ്ങൾ ചെയ്യാതെ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. ജസ്റ്റ് ഹേ ഐ വാണ്ട് ടു ഷെയർ എ സീക്രട്ട് വിത്ത് യു. ചെസ്റ്റർ ഫ്രണ്ടിനോട് പറയാം, എനിക്ക് നിന്നോടൊരു സീക്രട്ട് പറയാനുണ്ട്. ഫ്രണ്ട് ചോദിക്കുക, വാട്ട്സ് ഇറ്റ്? എന്താ അത്? ചെസ്റ്റർ, മൈ മോം ടോട്ട് മീ സംതിങ് സ്പെഷ്യൽ. എൻ്റെ അമ്മ എന്നോട് ചെറിയൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്നെ പഠിപ്പിച്ച് തന്നൂലോ. അങ്ങനെയല്ലേ കുട്ടികൾ പറയുക. ഓക്കെ, ഫ്രണ്ട്, വാട്ട്സ് ദാറ്റ്? എന്താ അത്? ചെസ്റ്റർ, ഷീ പുട്ട് എ കിസ് ഇൻ ദ പാം ഓഫ് മൈ ഹാൻഡ്. എൻ്റെ കൈയിൻ്റെ ഉള്ളിൽ അമ്മ ഒരു ഉമ്മ വെച്ചു. എന്നിട്ടോ? ഫ്രണ്ട്, വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? അപ്പം ചെസ്റ്റർ പറയാ, ചെസ്റ്റർ, സോ ഐ ക്യാൻ ഫീൽ ഹെർ ലവ് വെൻ ഐ മിസ് ഹെർ. എനിക്ക് അമ്മയെ മിസ്സാകുന്ന സമയത്ത്, അമ്മ എൻ്റെ സമീപത്തില്ലാത്ത സമയത്ത് എനിക്ക് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് എന്താ പറഞ്ഞത് നോക്കൂ. ഫ്രണ്ട്, ദാറ്റ്സ് സോ കൂൾ, ഡസ് ഇറ്റ് റിയലി വർക്ക്? ഓ, അത് നല്ല അടിപൊളി സംഭവമായിട്ടുണ്ടല്ലോ. ഡസ് ഇറ്റ് റിയലി വർക്ക്? ശരിക്കും എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ഫ്രണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ചെസ്റ്ററിൻ്റെ മറുപടി നോക്കൂ. ചെസ്റ്റർ, യെസ് ഇറ്റ് ഡസ്, ട്രൈ ഇറ്റ് വിത്ത് യുവർ മോം. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. നീ ജസ്റ്റ് നിൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞു നോക്കൂ, അല്ലെ അമ്മേൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ. നിനക്ക് അമ്മയെ എന്താ ഒരു ഉമ്മ വെച്ച് നോക്കൂ. അമ്മയുടെ ഉമ്മ കിട്ടുന്ന സമയത്ത് നിനക്കും അത് ഫീൽ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റർ പറയാം. അപ്പോൾ ഫ്രണ്ട് പറയാം, ഫ്രണ്ട്, ഐ വിൽ, താങ്ക്സ് ഫോർ ഷെയറിങ് ദ സീക്രട്ട്. താങ്ക് യു ചെസ്റ്റർ, നീ അത്രയും നല്ല ഒരു സീക്രട്ട് എന്നോട് പറഞ്ഞു തന്നതിന് നന്ദി പറയാണ് നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി നമ്മൾ ഒരു കോൺവെർസേഷനാവും. അപ്പോൾ ഇതിൽ ലൈറ്റായിട്ടും നിങ്ങൾക്ക് എഴുതാം, ഇതിൽ നല്ല കുറച്ചും കൂടി കൂട്ടിയിട്ടും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ഒരു 5 എക്സ്ചേഞ്ച് ഒരാൾ പറയാം, അതിന് റിപ്ലൈ ഒരു 5, അങ്ങനെ ടോട്ടൽ
10 സെൻറ്റൻസ് 10 ഡയലോഗ്സ് വേണം. ഓക്കെ, അപ്പോഴാണ് ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, മറക്കരുത്, ടോട്ടൽ 10 ഡയലോഗ് വേണം. ഓക്കെ, താങ്ക് യു. വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. നോക്കൂ, അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആ പിക്ചറിനെ കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ്. 2 കുട്ടികൾ കൊടയഞ്ചേരി സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഡിസ്ക്രൈബ് ദ പിക്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ കൊടുത്ത ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കൂ. നിങ്ങൾ ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല, ഇതിൽ മനോഹരമായി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് റെയിനി സീസൺ, അങ്ങനെയൊക്കെ തുടങ്ങാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയത്, അങ്ങനെയല്ല എഴുതി, വേറെ തരത്തിൽ എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ, അക്ഷരങ്ങൾ തെറ്റാതെ ഒരു 5 സെൻറ്റൻസെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ. നമ്മുടെ ടീച്ചർ ഇവിടെ എഴുതിയ വായിക്കുക. 2 children are walking. They are going to school. It's raining. They have bags on their backs. The children are smiling. Rain is falling down. They are happy. A nice picture. ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. It's a beautiful picture. Here we can see 2 children. The children are walking. They are very happy. They carry umbrella. അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പം ദേ ആർ എൻജോയിങ് റെയിൻ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് റെയിനി സീസൺ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 5-6 ലൈൻസ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മനോഹരമായിട്ട് നിങ്ങൾ എഴുതണേ. ഇത് സിമ്പിളായിട്ടൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, വി ക്യാൻ മൂവ് ടു 4. ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ല അല്ലേ, പറഞ്ഞുതരാം. 2 children are walking. 2 കുട്ടികൾ നടക്കുന്നു. They are going to school. അവർ സ്കൂളിലേക്ക് പോവുകയാണ്. It is raining. മഴ പെയ്യുന്നു. They have bags on their bags. അവരുടെ പുറകിൽ പുറത്തായിട്ട് ബാഗ് ഉണ്ട് അല്ലേ. ദ ചിൽഡ്രൻ ആർ സ്മൈലിംഗ്. കുട്ടികൾ ചിരിക്കുന്നുണ്ട്. ദ റെയിൻ ഈസ് ഫാളിംഗ് ഡൗൺ. മഴ പെയ്യുന്നു. ദേ ആർ ഹാപ്പി. അവർ നല്ല സന്തോഷത്തിലാണ്. എ നൈസ് പിക്ചർ. നല്ലൊരു ചിത്രമാണ്. ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആഡ് മോർ ലൈൻസ് ആണ്. നമുക്ക് ഇവിടെ ഒരു 4 വരി പോം കവിത എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഞാൻ വായിക്കുക. ട്രൂ ഫ്രണ്ട്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ലോയൽ ആൻഡ് ട്രൂ ടു മീ. ഇൻ എവറി ഹാപ്പിനെസ് ആൻഡ് സോറോ ഐ ആം വിത്ത് യു. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു മീ. ഇൻ എവറി മൊമെൻറ്റ് ഐ ആം വിത്ത് യു. ഓക്കെ, ഇതേപോലെ ഒരു 4 വരിയും കൂടി, ഒരു അടിപൊളിയില്ല 4 വരിയും കൂടി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ഉറപ്പാണ്. ടീച്ചർ ഇവിടെ എഴുതിയ ലൈൻസ് ഒന്ന് നമുക്ക് റീഡ് ചെയ്യാം. നോക്കുക. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ ആം വിത്ത് യു ഓൾവേസ്. യു ഹെൽപ്പ് മീ ആൻഡ് മേക്ക് മീ ഹാപ്പി. ഐ ലവ് യു ഡിയർ. പോരെ, ഇത്രയും വരി പോലെ. ഇതിൽ നിങ്ങൾക്ക് വേറെ ലൈൻസൊക്കെ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് ചേർക്കാം. അതൊരു സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇത്ര നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ഓക്കെ, നമുക്കിനി 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ റീ അറേഞ്ച്. ആക്ടിവിറ്റി 5 റീ അറേഞ്ച് ദ സ്റ്റോറിയാണ്. ഈ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ അത് റീ അറേഞ്ച് ചെയ്യാൻ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ചെസ്റ്റർ റെക്കൂണിൻ്റെ സ്റ്റോറിയാണ്. അത് കറക്റ്റ് ഓർഡർ നമുക്കറിയാം. അപ്പോൾ ഇനി കറക്റ്റ് ഓർഡറിൽ എഴുതിയത് ആൻസർ മാത്രം ടീച്ചർ വായിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് ഈ ചെസ്റ്റർ റെക്കൂണിൻ്റെ സ്റ്റോറി റീ അറേഞ്ച് ചെയ്തതിൻ്റെ കറക്റ്റാണോ ചെയ്തത് നമുക്ക് നോക്കാം. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഓക്കെ, നമുക്ക് ചെസ്റ്ററിൻ്റെ സ്റ്റോറി കറക്റ്റ് അറിയാം അല്ലേ. ചെസ്റ്റർ ആദ്യം തന്നെ അമ്മയോട് പറയുന്നതാണ് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് സ്കൂൾ പോകാനാവില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അമ്മ ഒരു സീക്രട്ട് പറയുന്നത്. അങ്ങനെയാണ് ആ സ്റ്റോറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തന്നെയാണോ അടുത്ത് പറഞ്ഞു നോക്കുക. നമ്പർ 2 നോക്കൂ. മിസ്സിസ് റെക്കൂൺ സെറ്റ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പോൾ അമ്മ പറയാണ് ഞാൻ നിനക്കൊരു വണ്ടർഫുൾ സീക്രട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുക. അങ്ങനെ തന്നെയല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, ദെൻ തേർഡ് വൺ. മിസ്സിസ് റെക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ഓക്കെ, അപ്പോൾ ആ സീക്രട്ട് എന്താണെന്ന് ഇവിടെയാണ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ചെസ്റ്ററിൻ്റെ കൈയിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഉമ്മ വെക്കുക അല്ലേ. ദെൻ ഫോർത്ത് വൺ നോക്കൂ. എന്താണ്? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അമ്മയുടെ കൈ എടുത്തിട്ട് അമ്മേൻ്റെ കൈക്കുള്ളിൽ ചെസ്റ്റർ അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുക്കുക അല്ലേ, കൈപ്പത്തിക്കുള്ളിൽ. ഓക്കെ, അതന്നെ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഓർഡറാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കൂ, എന്താ നോക്കൂ. 5th വൺ. ദ ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ ഡാൻസ് ചെയ്തുകൊണ്ട് തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോകുന്നത് അമ്മ ഇങ്ങനെ നോക്കി നിന്നു അല്ലേ. അതല്ലേ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കറക്റ്റാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആൻസറിലേക്ക് നോക്കുക.
ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 അല്ല, ആക്ടിവിറ്റി 6 എഡിറ്റിംഗ്. ഓക്കെ, എഡിറ്റിംഗ് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ധാരാളം വായിക്കണം. കുറേ നമ്മൾ വായിച്ച് പരിചയമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എഡിറ്റിംഗ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് 5 തെറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത് ഇറ്റ്. അല്ലേ, അപ്പോൾ അവിടെ ക്യാരീഡ് എന്നുള്ള വേർഡാണ് തെറ്റ്. ക്യാരീഡ് എന്നുള്ളത് സ്പെല്ലിംഗ് എററാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്യാരീഡ് എന്നുള്ള കറക്റ്റ് എന്താ എഴുതേണ്ടത്? CARRIEDക്ക് പകരം അത് പിന്നെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതല്ലേ, അതാണ് വന്നത്. EID എന്നായിപ്പോയി. അപ്പോൾ കറക്റ്റ് ഓർഡർ എന്താ? CARRIED എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ വേർഡ്സിൻ്റെയൊക്കെ സ്പെല്ലിങ് കിട്ടണമെങ്കിൽ നന്നായി നമ്മൾ വായിക്കണം. ഓക്കെ, അടുത്ത് നോക്കൂ. അടുത്തത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ബട്ട് ദാറ്റ് വാസ് ഓൾ നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഏത് വേർഡ് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ B അല്ല, ഇവിടെ സ്മോൾ ലെറ്റർ B ആണ് എഴുതിയത്. അപ്പോൾ ഒരു എറർ, എന്താ ഒരു ക്യാപിറ്റലൈസേഷൻ്റെ എററാണ് വന്നത്. അപ്പോൾ നമ്മൾ B എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ B എഴുതി കഴിഞ്ഞാൽ കറക്റ്റായി. ഇവിടെ സ്മോൾ ലെറ്റർ അല്ല വേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. ഓക്കെ, അതേ സെൻറ്റൻസ് തന്നെ ലാസ്റ്റ് ഒരു തെറ്റും കൂടി ഉണ്ട്. എന്താ നോക്കൂ. ബട്ട് ദാറ്റ് വാസ് ഓൾ നോട്ട്. ഓൾ നോട്ട് എന്നല്ല വേണ്ടത്, നോട്ട് ഓൾ എന്നാണ്. അത് വന്നത് എന്ത് തെറ്റാണെന്നറിയാമോ? അത് വേർഡ് ഓർഡറാണ്. വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിപ്പോയി, അതാണ് വന്നത്. അങ്ങനെ ഒരു വേർഡ് ഓർഡർ കറക്റ്റ് ആക്കാനുള്ള ഒരു എഡിറ്റിംഗ് വരും. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. എ ലിറ്റിൽ ട്രെയിൻ ക്യാരീഡ് ഗുഡ് തിങ്സ് ടു A2. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ് എ ലിറ്റിൽ ട്രെയിൻ എന്നുള്ളിടത്ത് എ ആണ്. എ എന്ന് പറയേണ്ടതല്ല വേണ്ടത്, ഇതാന്നാണ് വേണ്ടത്. കാരണം ലിറ്റിൽ ട്രെയിൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ ആൻസർ വീണ്ടും പറയുന്ന സമയത്ത് ദ ലിറ്റിൽ ട്രെയിൻ എന്നാണ് പറയേണ്ടത്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീഡ് ഗുഡ് തിങ്സ് ടു E2 എന്നാണ് വേണ്ടത്. 8 അല്ല, ഇവിടെ ടെൻസിൽ വന്ന മിസ്റ്റേക്കാണ്. ഈറ്റ് എന്നുള്ള പ്രസൻറ്റ് ടെൻസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വിവിധ തരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോർഫോളജിക്കൽ, സിൻറ്റാറ്റിക്, തീമാറ്റിക്, പങ്ക്ച്വേഷൻ ആൻഡ് സ്പെല്ലിംഗ് എറർ. ഓക്കെ, അപ്പോൾ മോർഫോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഐ ഹാസ് എ പെൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ ഹാവ് എ പെൻ എന്നാണ് പറയുക. ഓക്കെ, അത്തരത്തിലുള്ള എഡിറ്റിങ്ങിന് പറയുന്നതാണ് മോർഫോളജിക്കൽ എഡിറ്റിംഗ്. പിന്നെ നമ്മൾ പറയുന്നത് തീമാറ്റിക് ആകുമ്പം ആ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൻ്റെ തീമിൽ വരുന്ന മിസ്റ്റേക്കിനാണ് തീമാറ്റിക്. പിന്നെ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക്, അത്ഭുത ചിഹ്നം, ഇതൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അതും കൂടി ചേർത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ വന്നാലാണ് എന്താണ് സ്പെല്ലിംഗ് പങ്ക്ച്വേഷൻ എറർ പറയുക. പിന്നെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു വേർഡ് കാണിച്ചു ക്യാരീഡ് എന്നുള്ളത് EI എന്ന് IE എഴുതുന്ന സമയത്ത് അവിടെ തെറ്റിച്ച് വന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നതിനാണ് സ്പെല്ലിംഗ് എറർ പറയുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ ഈ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ധാരാളം വായിക്കണം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ മറ്റു മാഗസീനുകളോ ഒക്കെ നന്നായി വായിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ എഡിറ്റിംഗ് പക്ക പെർഫെക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്കതിന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കുട്ടികൾക്കായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. അതേപോലെ മറ്റൊരു കാര്യം, ഞാൻ ഓൾറെഡി ഇപ്പം മാറിയ 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു. ബൈ.